ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററാണ്. എന്താണ് സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ്. അതിൽ പേജ് നമ്പർ 84, 85, 89 വരുന്ന ഈ പ്രോബ്ലംസാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. പേജ് നമ്പർ 84 വരുന്ന ഫസ്റ്റ് പ്രോബ്ലമാണിത്. ഫസ്റ്റ് എക്സസൈസിൽ ഫസ്റ്റ് പ്രോബ്ലം. The sum of 2 times a number and 7 times the same number is 27. What is the number? എന്താ പറയുന്നത്? അതായത് സം ഓഫ് എന്ന് വെച്ചാൽ പ്ലസ് ആണല്ലേ. ആരുടെയൊക്കെ സമ്മാണ്? 2 times a number. 2 times a number എന്ന് പറഞ്ഞാൽ നമുക്കതിനെങ്ങനെ എഴുതാം? ലെറ്റ് എക്സ് ബി ദ നമ്പർ. അതായത് നമ്മൾ നമ്പറിനെ എക്സ് എന്നെടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ നമ്പറിൻ്റെ 2 ടൈംസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2x ആയിരിക്കും അല്ലേ. ഇനി സമ്മാണല്ലോ, ആരുടെ കൂടെയാണ്? ആൻഡ് 7 ടൈംസ് ദ സെയിം നമ്പർ. സെയിം ടൈംസ് ദ സെയിം നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എക്സിൻ്റെ തന്നെ അല്ലേ. അപ്പോൾ സം ഓഫ് 2 ടൈംസ് എ നമ്പർ എന്ന് പറഞ്ഞാൽ 2x, 7 ടൈംസ് ദ സെയിം നമ്പർ എന്ന് പറഞ്ഞാൽ 7x അല്ലേ. ഈസ് 27 എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ടു 27. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൽ നിന്ന് ഇതുപോലെ ഇക്വേഷനെ എടുത്തെഴുതാനായിട്ട് പറ്റണം. ഇനി ഇതിൽ നിന്ന് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് വാട്ട് ഈസ് ദ നമ്പർ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് ഇതിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ആ കിട്ടുന്ന എക്സ് ആണ് നമ്മുടെ നമ്പർ അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ കറക്റ്റായിട്ട് ഉണ്ടാക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സിമ്പിളാണ്, നമുക്ക് വായിച്ചാൽ തന്നെ ഒരു ഐഡിയ ഉണ്ട് അല്ലേ. അതായത് നോക്കിയേ, സം ഓഫ് 2 ടൈംസ് എ നമ്പർ. സം ഓഫ് എന്ന് പറയുമ്പോൾ പ്ലസ് ആണെന്ന് മനസ്സിലായി. പിന്നെ ആരായിട്ടാണ് പ്ലസ്? 7 ടൈംസ് ദ സെയിം നമ്പർ. അപ്പോൾ സെയിം നമ്പർ എന്ന് പറയുമ്പോൾ എക്സ് തന്നെയായിരിക്കും. അനദർ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ വാരിയബിൾ എടുക്കണം. ഈ നമ്മളിങ്ങനെ എടുക്കണതിനാണ് വാരിയബിൾ എന്ന് പറയാം. അപ്പോൾ ഇവിടെ രണ്ടും സെയിം നമ്പർ ആയതുകൊണ്ട് സെയിം നമ്പറിൻ്റെ തന്നെയാണ് 7 ടൈംസ് എടുക്കേണ്ടതെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ഈ എക്സിന് പകരം അനദർ നമ്പർ എന്ന് പറയുകയാണെങ്കിൽ വൈ എടുക്കേണ്ടി വന്നാനേ. ഇവിടെ ഇപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? 2 ടൈംസ് എ നമ്പർ, സം ഓഫ് 2 ടൈംസ് എ നമ്പർ ആൻഡ് 7 ടൈംസ് ഓഫ് ദ സെയിം നമ്പർ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഇവിടെയും എക്സ് എടുക്കാം, ഇവിടെയും എക്സ് എടുക്കാം. ഇനി ഇതെങ്ങനെ ചെയ്യും? രണ്ടും വാരിയബിൾ സെയിം ആണല്ലേ, രണ്ടും എക്സ് അല്ലേ. അപ്പോൾ 2x + 7x. അപ്പോൾ നമുക്കിത് കൂട്ടാൻ പറ്റും. രണ്ടും ഡിഫറെൻറ്റ് വാരിയബിൾ ആണെങ്കിൽ നമുക്ക് കൂട്ടാൻ പറ്റില്ല. 2x + 7y എന്നാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ രണ്ടും എക്സ് ആയതുകൊണ്ട് 2xഉം 7xഉം നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 9x എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 9x = 27. ഇനി ഈ എക്സ് കിട്ടാൻ എക്സിനെ ഇവിടെ നിർത്താം. ഈക്വൽ ടു ഈ 9 ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അത് ഡിവിഷനായി മാറും അല്ലേ. കാരണം ഇവിടെ 9 × x ആണ്. അപ്പോൾ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി? ഡിവൈഡഡ് ബൈ 9. നമുക്കറിയാലോ 9ൻ്റെ ടേബിളിൽ എപ്പോഴാണ് 27 വരുന്നത്? 3 അല്ലേ. 9 3s ആണ് 27 വരുന്നത്. സോ എക്സ് ഈസ് 3. അപ്പോൾ നമ്മുടെ നമ്പർ ഏതാണ്? എക്സ് എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ അല്ലേ. നമ്പർ ഈസ് 3. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി അല്ലേ. നമ്പർ 3 ആണ്. ഇനി നമുക്ക് സെക്കൻഡ് പ്രോബ്ലം ചെയ്ത് നോക്കാം. 99 added to 12 times a number gives 21 times the number. What is the number? എന്താ അത്? നമ്മൾ ഓരോ പോർഷനായിട്ട് വായിച്ച് നോക്കാം. അപ്പോൾ നമുക്കിതിന്ന് ഇക്വേഷൻ എഴുതാനായിട്ട് കിട്ടും. 99 added to 12 times a number gives 21 times the number. ഇങ്ങനെയാണ് നമ്മളതിനെ 3 പാർട്ടാക്കി മാറ്റി. 99 added to എന്ന് പറഞ്ഞാൽ എന്താ? 99 പ്ലസ് അല്ലേ, ആഡഡ് ടു. എന്തിനോടാണ് ആഡ് ചെയ്യുന്നത്? 12 ടൈംസ് എ നമ്പർ. അപ്പോൾ നമ്പറിനെ നമുക്ക് എന്തെടുക്കാം? ലെറ്റ് എക്സ് ബി ദ, നമ്മളെപ്പോഴും എടുക്കുന്ന പോലെ എക്സ് ബി ദ നമ്പർ എന്ന് നിങ്ങൾ എഴുതി വയ്ക്കുക. ഓക്കെ, എക്സ് ആണ് നമ്മൾ എടുക്കുന്ന നമ്പർ. ഓക്കെ, അപ്പോൾ ഇവിടെ 12 ടൈംസ് എ നമ്പറിനോടല്ലേ ഈ 99 ആഡ് ചെയ്യണ്ടേ. അപ്പോൾ 12 ടൈംസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻറ്റു ആണ്. 12 ടൈംസ് എ നമ്പർ എന്ന് പറയുമ്പോൾ 12x എന്ന് കൊടുത്തു നമ്മൾ. കാരണം നമ്മുടെ എടുത്തിരിക്കുന്ന നമ്പർ നമ്മൾ എന്താണ്? എക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 99 ആഡഡ് ടു 12 ടൈംസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു കേട്ടോ 12x. ഈ ഗീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് ഈക്വൽ ടു 21 ടൈംസ് ദ നമ്പർ. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 21 ടൈംസ് ദ നമ്പർ. നമ്പർ ഏതാണ്? എക്സ് തന്നെ അല്ലേ. അപ്പോൾ ഇവിടെ എക്സ്. ഓക്കെ, 99 ആഡഡ് ടു 12 ടൈംസ് എ നമ്പർ ഗീവ്സ് 21 ടൈംസ് ദ നമ്പർ. അപ്പോൾ ആ നമ്പറിൻ്റെ 21 ഇരട്ടിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 21. ആ നമ്പറിൻ്റെ 21 ടൈംസിൻ്റെ കൂടെ 99 ആഡ് ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇക്വേഷൻ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സോൾവ് ചെയ്യാൻ
അറിഞ്ഞാൽ മതി. ആ ഇക്വേഷൻ നമ്മൾ കറക്റ്റായിട്ട് ഫോം ചെയ്യണം. ഓക്കെ, അത് തെറ്റാതെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ മാർക്കൊന്നും പോകാൻ ചാൻസ് ഇല്ല. ഇനി നമുക്കിത് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ 99 ഇവിടെ നിർത്താം. എന്നിട്ട് ഈ പ്ലസ് 12x അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ ഓൾറെഡി 21x ഉണ്ട്. ഈ പ്ലസ് 12x അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 12x ആവും അല്ലേ. അപ്പോൾ 99 ഇസ് ഈക്വൽ ടു 21xൽ നിന്ന് 12x മൈനസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 21 മൈനസ് 12 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 9x എന്ന് കിട്ടും. അതായത് 21 12 മൈനസ് ചെയ്യുമ്പോൾ 9, പിന്നെ ഇവരുടെ x ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് തിരിച്ചെഴുതാം. 9x ഈക്വൽ ടു 99. നമുക്ക് x അല്ലേ വേണ്ടത്, x ഇവിടെ നിർത്തുക. ഈക്വൽ ടു 99, ഈ 9 ഇങ്ങോട്ട് വരുമ്പോൾ ബൈ 9 ആവും അല്ലേ. അപ്പോൾ ഇതെന്താ? 99 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. 11 അല്ലേ ആൻസർ. 11 ഇൻറ്റു 9 ആണ് 99 എന്ന് കിട്ടുക. അപ്പോൾ നമ്മുടെ നമ്പർ എന്താണ്? സോ ദ നമ്പർ ഈസ് എന്താ നമുക്ക് കിട്ടിയത്? ദ നമ്പർ ഈസ് 11 ആണ് ഇവിടെ നമുക്ക് കിട്ടേണ്ട നമ്പർ. അടുത്തത് പേജ് നമ്പർ 85 വരുന്ന ഫസ്റ്റ് പ്രോബ്ലം ആണ്. അതിൽ എക്സസൈസ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് പ്രോബ്ലം. അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. എ തേർഡ് ഓഫ് എ പീസ് ഓഫ് റോപ്പ് കട്ട് എവേ ലീവ്സ് 10 meter. വാട്ട് വാസ് ദ ഒറിജിനൽ ലെങ്ത്ത്? എന്ന് വെച്ചാൽ എന്താ? തേർഡ് ഓഫ് എ പീസ് എന്ന് വെച്ചാൽ 1/3 ഓഫ് എ പീസ്. അതായത് ഒരു റോപ്പ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു 1/3 എന്ന് പറഞ്ഞപ്പോൾ ഇതിനെ 3 ഭാഗമാക്കി ഉണ്ടാവില്ല. അതിൽ ഈ ഒരു ഭാഗം, ഈ 1/3 എന്ന് പറയുന്ന ഭാഗം അവരെന്ത് ചെയ്തു? കട്ട് ചെയ്ത് അങ്ങ് മാറ്റി. ബാക്കി അവർക്ക് ഇത്രയും ഭാഗത്തിൻ്റെ ലെങ്ത്ത് 10 meter കിട്ടി എന്നാണ് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് 1/3 ഓഫ് ദ റോപ്പ് കട്ട് എവേ, ഈ 1/3 ഇവിടുന്ന് മുറിച്ച് മാറ്റി. ലീവ്സ് 10 meter എന്ന് പറഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടായി എന്നാണ് പറയുന്നത്? ലീവ്സ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത്. ബാക്കി അവിടെ എത്ര മീറ്റർ ഉണ്ടായി? ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര മീറ്ററാണെന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ അല്ലേ, 10 meter ആണെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് വാസ് ദ ഒറിജിനൽ ലെങ്ത്? അങ്ങനെയാണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ, ഈ മൊത്തം ഈ റോപ്പിൻ്റെ ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ എത്ര ലെങ്ത് ഉണ്ടായിരുന്നു എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു റോപ്പിൻ്റെ 1/3 കട്ട് ചെയ്ത് മാറ്റി എന്ന് പറഞ്ഞാൽ ബാക്കി ഈ ഇത് എത്ര ഉണ്ടാവും? ഇത് നോക്കിയേ, ഇതൊരു 1/3 ആണ്, ഇതൊരു 1/3 ആണ് അല്ലേ. അതായത് ഈ 2 പീസും കൂടെ ബാക്കി അവിടെ ഉള്ളത് 2/3 ആണ് അല്ലേ. 2/3 ഓഫ് ദ ലെങ്ത് ആണുള്ളത് അല്ലേ. ഈ റോപ്പിൻ്റെ 2/3 ബാക്കിയുണ്ട്. അത് എത്രയാണെന്ന് അവർ തന്നിട്ടുണ്ട്? ഇസ് ഈക്വൽ ടു 10 meter എന്ന് അവർ തന്നിട്ടുണ്ട് ഇല്ലേ. അതായത് 1/3 ഭാഗം കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ ബാക്കി അവിടെ ഉള്ളത് 10 meter ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു റോപ്പിനെ 1/3 എന്ന് പറയണമെങ്കിൽ മൊത്തം 3 കഷ്ണം ഉണ്ടാവുമല്ലോ. ആ 3 കഷ്ണത്തിൽ ഒരു കഷ്ണമാണ് മാറ്റിയത്. ബാക്കിയുള്ളത് എത്രയായിരിക്കും? ഈ 1/3 1/3 കൂട്ടിയത്, അതായത് 2/3. അതിൻ്റെ ലെങ്ത്താണ് എന്ത്? ഈ 10 meter. ഇനി ഇതിന്ന് നമുക്ക് ഈ എല്ല് കണ്ടുപിടിച്ചൂടെ? എൽ എന്ന് പറയുന്നത് മൊത്തം ലെങ്ത്ത്. അപ്പോൾ മൊത്തം ലെങ്ത്തിൻ്റെ 2/3 ആണ് 10 meter. അപ്പോൾ ഈ ലെങ്ത്ത് നിന്ന് കിട്ടാൻ വേണ്ടി എല്ലിന് ഇവിടെ നിർത്തുക നിങ്ങൾ. ഇസ് ഈക്വൽ ടു ഈ 2/3 ആ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ആ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കലാവും. റെസിപ്രോക്കൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? 2/3യുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ അത് 3/2. അതായത് നേരെ തിരിച്ചിടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം? റെസിപ്രോക്കൽ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇൻറ്റു ആയിട്ടാണ് ഇത് കിടക്കണത് അല്ലേ. അപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ 3 എന്ന് പറയുന്നത് അവിടുത്തെ ഇൻറ്റു ആവും, മുകളിൽ പോവും ഈ 3, ഈ 2 അടിയിലേക്കും വരും. മനസ്സിലായോ? അതായത് റെസിപ്രോക്കൽ കൊണ്ടാണ് നമ്മൾ ഇൻറ്റു ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാലും മതി. ഇതങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഈ 3 ഡിവിഷനിലാണ് കിടക്കുന്നത്, അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ കിടക്കുന്ന 2 ഡിവിഷനിൽ വരും. ഓക്കെ, അങ്ങനെ ആലോചിച്ചാലും മതി. അപ്പോൾ നമുക്ക് എല്ലാം എന്ത് കിട്ടും? 30/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 15 meter അല്ലേ. 30നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15 meter ആണ്. സോ ദ ലെങ്ത് ഓഫ്, നമുക്ക് എന്ത് കിട്ടി? ദ ലെങ്ത് ഓഫ് ദ റോപ്പ് ഈസ് 15 meter. അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്, പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് തിങ്ക് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഓക്കെ, അതായത് ഒരു റോപ്പ് ഉണ്ട്, അതിൻ്റെ 1/3, അതായത് 3ൽ ഒരു കഷ്ണം മുറിച്ച് മാറ്റി. ബാക്കി അപ്പോൾ 3ൽ 2 കഷ്ണം അവിടെ ഉണ്ടാവുമല്ലോ. അത് ലീവ്സ്, അത് ഇവിടെ തന്നിട്ടുണ്ട് 10 meter ആണെന്ന്. അപ്പോൾ നമുക്ക് എൻ്റെ റോപ്പിൻ്റെ ലെങ്ത്തിൻ്റെ 2/3, അതായത് 2/3 എൽ എന്ന് പറയുന്നത് 10 meter ആണെന്ന് എഴുതാം. അതിൽ നിന്ന് എല്ല് കണ്ടുപിടിക്കാൻ എല്ല് ഇവിടെ നിർത്തുക. ഈ 2/3 അപ്പുറത്തേക്ക് പോകുമ്പോൾ 3/2 ആവും. ഓക്കെ, അപ്പോൾ ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് 10 × 3 30 കിട്ടി, /2 15 meter എന്ന് കിട്ടും. സോ ലെങ്ത് ഓഫ് ദ റോപ്പ് എത്ര കിട്ടി? നമുക്ക് 15 meter എന്ന് കിട്ടി. ഓക്കെ.
അടുത്തത് പേജ് നമ്പർ 85 സെക്കൻഡ് പ്രോബ്ലം, എക്സസൈസിലെ സെക്കൻഡ് പ്രോബ്ലം ആണ്. അത് നമുക്ക് വായിച്ചു നോക്കാം. ഹാഫ് ദ മിൽക്ക് ഇൻ എ ക്യാൻ ആൻഡ് എ തേർഡ് ഓഫ് ദ റിമൈനിങ് വാസ് യൂസ്ഡ് അപ്പ് ആൻഡ് നൗ ദർ ഈസ് 5 ലിറ്റർ റിമൈനിങ്. ഹൗ മെനി ലിറ്റർ ഡിഡ് ഇറ്റ് ഒറിജിനലി കണ്ടെയ്ൻ? എന്ന് വെച്ചാൽ ഒരു ക്യാൻ ഉണ്ടായിരുന്നു, അതിലെ ഹാഫ് ദ മിൽക്ക് ഇൻ ദ ക്യാൻ, ഇപ്പോൾ ഓൾറെഡി അതിൽ ഹാഫേ ഉള്ളൂ, ബാക്കി ഹാഫ് മുമ്പേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഇത്ര ഈ ഹാഫ് മിൽക്കേ ഉള്ളൂ കേട്ടോ. ഇനി ആൻഡ് എ തേർഡ് ഓഫ് ദ റിമൈനിങ്, അതായത് ഈ റിമൈനിങ് ഇതിലുള്ള ഈ റിമൈനിങ്ങിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തമുള്ളതിൻ്റെ പകുതി ഇപ്പോൾ ഇതിലുള്ളൂ, അതിൻ്റെ എത്രയാണ് എടുത്തത് അവർ? 1/3. ഈ തേർഡ് ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത് 1/3നെയാണ്. 1/3 എടുത്തിട്ട് അവർ ഉപയോഗിച്ചു. അങ്ങനെ ഉപയോഗിച്ചപ്പോൾ ബാക്കി അതിലിപ്പോൾ എത്ര ലിറ്ററേ ഉള്ളൂ? ഇത്ര, ഈ അടിയിൽ ഇത്രയും ഒരു 5 ലിറ്ററേ ബാക്കിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഈ കണ്ടെയ്നറിൽ മൊത്തം എത്ര ഉണ്ടായിരുന്നു എന്ന് അവർ ചോദിക്കണേ. ഇത് നിറച്ച് എത്ര ഉണ്ടായിരുന്നു എന്ന്. ഓക്കെ, ഹൗ മെനി ലിറ്റർ ഡിഡ് ഇറ്റ് ഒറിജിനലി കണ്ടെയ്ൻ? മൊത്തം എത്ര ഉണ്ടായിരുന്നു? അപ്പോൾ ഈ മൊത്തം ഉണ്ടായിരുന്നതിലെ പകുതി ഓൾറെഡി അവരെടുത്തിരുന്നു. ആ പകുതിയിലെ ഒരു 1/3 എടുത്തപ്പോൾ ബാക്കി ഇനി അതിലൊരു 5 ലിറ്ററേ ഉള്ളൂ എന്ന് അവർ പറയുന്നു. അപ്പോൾ ഇതാണ് ഫുൾ ക്യാൻ അല്ലേ, ഇതതിൻ്റെ പകുതി, ഹാഫേ ഉള്ളൂ. ഇത് അതിൻ്റെ ഈ ഹാഫിൻ്റെ 1/3 കളഞ്ഞപ്പോൾ ബാക്കി ഇനി 5 ലിറ്ററേ അതിലുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മുമ്പ് ഇതിൽ മൊത്തം എത്ര ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ നമുക്കത് കണ്ടുപിടിച്ച് നോക്കാമല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു കണ്ടെയ്നറിലെ ഹാഫ് അല്ലേ, ഹാഫ് എന്ന് പറയുമ്പോൾ പകുതി എപ്പോൾ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പകുതി ഉണ്ടാവുമ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൽ നിന്ന് എത്ര എടുത്തു എന്ന് അവർ പറയണേ? ഈ ഹാഫിൻ്റെ നിന്ന് അവരെടുത്തത് 1/3 ഭാഗമാണ് എടുത്തത്. അപ്പോൾ ബാക്കി അതിൽ 1/3 ഭാഗം എടുത്തു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചു, ബാക്കി എത്ര ഉണ്ടാവും? 2/3 ഉണ്ടാവില്ലേ? അതല്ലേ ഈ 5 ലിറ്റർ എന്ന് പറയുന്നത് അല്ലേ? നേരത്തെ നമ്മൾ റോപ്പിൻ്റെ പ്രോബ്ലം ചെയ്ത പോലെ തന്നെയാണത്. അതായത് അതിലിപ്പോൾ ഉള്ളത്, നിങ്ങൾ ഇതൊക്കെ മറന്നേക്കൂ, നമ്മൾ ജസ്റ്റ് ഇപ്പോൾ മനസ്സിലാക്കുക, ഒരു ക്യാനിൽ ഇപ്പോൾ എന്തേ ഉള്ളൂ? പകുതിയേ ഉള്ളൂ. അതിൻ്റെ 1/3 എടുത്തിട്ടാണ് ഇപ്പോൾ അവർ എന്തിനോ ഉപയോഗിച്ചു, ചായ ഉണ്ടാക്കാനോ എന്തിനോ ഉപയോഗിച്ചു. ബാക്കി 5 ലിറ്റർ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ 1/3 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി 2/3 അവിടെ ഉണ്ടാവണ്ടേ? അതല്ലേ ഈ 5 ലിറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ 2/3 ഓഫ് മിൽക്ക് റിമൈനിങ്, ഞാൻ MR എന്ന് എഴുതുന്നുണ്ട്. MR എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് റിമൈനിങ് മിൽക്ക് എന്നാണ് കേട്ടോ. റിമൈനിങ് മിൽക്ക് എന്ന് വെച്ചാൽ ആ പകുതി മിൽക്ക്, അതെത്രയാണ്? 5 ലിറ്റർ. അതായത് മൊത്തം ഈ ഇതിൽ ബാക്കിയുള്ള റിമൈനിങ് മിൽക്കിൻ്റെ 2/3 ആണ് ഈ 5 ലിറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് മിൽക്ക് എത്രയായിരുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെയാണ് ഈ 2/3 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ. അപ്പോൾ 3/2 ആവും. അപ്പോൾ 5 × 3/2 എന്ന് വരും. അതായത് 15/2 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിമൈനിങ് മിൽക്ക് 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7.5 അല്ലേ? അത്രയും ലിറ്ററാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതെന്താണ്? ഇതിലുണ്ടായിരുന്ന പകുതി മിൽക്കാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്, റിമൈനിങ് മിൽക്ക്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? മൊത്തം എത്ര ഉണ്ടായിരുന്നു എന്ന് അല്ലേ, ഒറിജിനലി എത്ര ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇത് പകുതിയാണെങ്കിൽ എന്തായിരിക്കും? ഇതിൻ്റെ ഡബിൾ അല്ലേ? അപ്പോൾ ഒരു 7.5 കൂടെ കൂട്ടിയാൽ പോരെ. സോ ഒറിജിനലി കണ്ടെയ്ൻ മിൽക്ക്, ഒറിജിനലി കണ്ടെയ്ൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെഴുതാം? ടോട്ടൽ മിൽക്ക് ഇൻ ദ ക്യാൻ. ഓക്കെ, അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് എന്തെഴുതാം? നമ്മൾ പറഞ്ഞു ഇതെന്താണ്? ഈ 7.5 എന്ന് പറയുന്നത് പകുതിയാണ് അല്ലേ. അപ്പോൾ 7.5 × 2 അല്ലേ, പകുതി എന്ന് നമ്മൾ മുഴുവൻ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇത് പകുതിയേ ഉള്ളൂ, മുഴുവൻ കാണണമെങ്കിൽ × 2 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 15 ലിറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ എത്ര മിൽക്ക് ഉണ്ടായിരുന്നു? ഒറിജിനലി 15 ലിറ്റർ ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ, വലിയ ടഫൊന്നുമില്ല കേട്ടോ. അതായത് ഒരു കണ്ടെയ്നറിൽ ആകെ ഇപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ പകുതിയേ ഉള്ളൂ, ആ പകുതിയുടെ 1/3 ആണ് നമ്മൾ എടുത്തത്. ബാക്കി 5 ലിറ്റർ അതിലെന്തുണ്ടെന്നാണ് പറയണത്? 5 ലിറ്റർ എന്ന് വെച്ചാൽ ബാക്കി എത്രയാണ് അതിലെ പോർഷൻ നോക്കുമ്പോൾ? 1/3 പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ബാക്കി അതിൽ 2/3 പോർഷൻ ഉണ്ടാവുമല്ലോ. ആ 2/3നെയാണ് നമ്മൾ ഈ 5 ലിറ്ററിന് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2/3 ഓഫ് റിമൈനിങ് മിൽക്ക് 5 ലിറ്റർ എന്ന് എഴുതി. അപ്പോൾ റിമൈനിങ് മിൽക്ക് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇതിനങ്ങോട്ട് കൊണ്ടുപോയി റെസിപ്രോക്കലിട്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്ക് 3/2 എന്നായി. അപ്പോൾ 15/2 അതായത് 7.5 എന്ന് കിട്ടി. അതായത് ഇപ്പോൾ ആ പകുതി മിൽക്ക് എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഈ 7.5.
ഓക്കെ, നമുക്ക് കാണേണ്ടത് മുമ്പുണ്ടായിരുന്നതിൽ മുഴുവൻ ഉണ്ടായിരുന്ന മിൽക്കാണ്. അപ്പോൾ ഈ 7.5ൻ്റെ പിന്നെ ഒരു 7.5 കൂടെ വന്ന് എന്തായി മുഴുവനായി അല്ലേ. അതുകൊണ്ട് 7.5 × 2 ചെയ്തു. അപ്പോൾ 15 ലിറ്റർ മിൽക്കാണ് ആക്ച്വലി ആ കണ്ടെയ്നറിൽ മൊത്തം ഉണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് പേജ് നമ്പർ 89 എക്സസൈസിലെ ഫസ്റ്റ് പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം വായിച്ച് നോക്കാം. ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 80 മീറ്റർ. അതായത് ഒരു റെക്റ്റാങ്കിൾ അല്ലേ, റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ ആണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്, 80 മീറ്റർ എന്ന് തന്നിരിക്കണം. ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ്, പിന്നെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, 1 മീറ്റർ മോർ ദാൻ ട്വൈസ് ദ വിഡ്ത്ത്. 1 മീറ്റർ മോർ ദാൻ ട്വൈസ് ദ വിഡ്ത്ത് ആരാണ്, ലെങ്ത്ത്. ലെങ്ത്ത് എന്ന് പറയുന്നത് 1 മോർ, 1 മീറ്റർ മോർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 പ്ലസ് എന്താണ് 1 മോർ ദാൻ ട്വൈസ് ദ വിഡ്ത്ത്. ട്വൈസ് ദ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് വിഡ്ത്തിന് W ആയിട്ട് എടുക്കാം, അതായത് വീതി, അത് 2W ആണ്. ഓക്കെ, അപ്പോൾ വിഡ്ത്ത് നമ്മൾ W എന്നുള്ള പറയുന്ന ലെറ്റർ കൊണ്ടാണ് എടുക്കുന്നത്. ഇത് വിഡ്ത്താണ്. വിഡ്ത്ത് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്രെഡ്ത്തിനെയാണ് കേട്ടോ. ബ്രെഡ്ത്ത് തന്നെയാണ് ഇവിടുത്തെ വിഡ്ത്ത്. അപ്പോൾ ആ വിഡ്ത്തിനെ നമ്മൾ W ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവർ പറയാണ് ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ വിഡ്ത്തിൻ്റെ ട്വൈസിൻ്റെ 1 മോർ ആണെന്ന്. എന്നുവെച്ചാൽ 2W ആണ് ട്വൈസ് ദ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ. 1 മോർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, +1. അതായിരിക്കും ഇവിടുത്തെ ലെങ്ത്ത് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ Wനെ വിഡ്ത്തായിട്ട് എടുക്കാം. ഓക്കെ, വിഡ്ത്തായിട്ട് എടുക്കാം. ലെങ്ത്തിനെ 1 + 2W എന്ന് എടുക്കാം. എടുത്തൂടെ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാലോ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിളിൻ്റെ ഇക്വേഷൻ. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു എന്താ, 2 × L + B. ഇവിടുത്തെ കേസിലാണെങ്കിൽ 2 × L + W എന്ന് എടുക്കാം. ഞാൻ ബിക്ക് പകരം ഇവിടെ വിഡ്ത്ത് എന്ന് വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ W എന്ന് എടുക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട്. ഇനി അപ്പോൾ ഇതാണ് നമ്മുടെ പെരിമീറ്റർ. ഇതവർ തന്നിട്ടുണ്ടല്ലോ, 80 മീറ്റർ ആണല്ലേ. അപ്പോൾ നമുക്ക് 2 × L + W 80 മീറ്റർ എന്ന് അവർ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് L എന്ന് പറഞ്ഞാൽ 1 + 2W ആണെന്ന്. എന്നുവെച്ചാൽ 1 മോർ ദാൻ ട്വൈസ് ദ വിഡ്ത്ത് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ Lൻ്റെ അവിടെ ഈ ഒരു പോർഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടെ 2 അതുപോലെ തന്നെ ഇടുക. Lൻ്റെ അവിടെ, ഈ Lൻ്റെ അവിടെ നമ്മൾ ഈ ഭാഗം കൊടുക്കുക. കാരണം L = ആണ് 1 + 2W. അപ്പോൾ 1 + 2W. ഇനി ഈ +W അവിടെ തന്നെ എഴുതാം, അതിന് മാറ്റമൊന്നുമില്ല. Lന് പകരമാണ് നമ്മൾ ഇത്രയും ഭാഗം എടുത്തിരിക്കുന്നത് കേട്ടോ. = 80. ഇത്രയും മനസ്സിലായില്ലേ. ഇനി ഈ 1 + 2W + W അവിടെ തന്നെ കിടക്കട്ടെ. = ഈ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, ഇവിടെ × 2 ആണ് അല്ലേ. ഈ 2 അങ്ങോട്ട് പോകുമ്പോൾ 80/2 ആവും. അതായത് 1 + 2W + W എന്ന് പറയുന്നത് നമുക്ക് 40 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്കറിയാം 2W ഒരു W കൂടെ കൂട്ടി എത്ര വരിക, 1 + 3W അല്ലേ. അത് = നമുക്ക് 40 എന്ന് കിട്ടും. ഇനി 3W ഇവിടെ നിർത്താം. 3W ഇവിടെ നിർത്തുക. = ഇനി 40, ഈ 1 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, -1 അല്ലേ. അപ്പോൾ 40 - 1. അപ്പോൾ 3W = 40 1 പോയാൽ 39 അല്ലേ. 39 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, W ഇവിടെ നിർത്തുക. ഈ 3നെ അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ 39 ഇവിടെ ഇൻറ്റു ആയിട്ടാണ് കിടക്കുന്നത് 3 അല്ലേ. അവിടേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ 39/3 അത് നമുക്ക് ചെയ്ത് നോക്കാണ്ട് തന്നെ അറിയാം. ഞാൻ ചെയ്ത് കാണിക്കാം. 1 3s are 3 0, 3 3s are 9 അല്ലേ. ഈ 9 ആർക്ക് ഇടുമ്പോൾ 3 3s are 9. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും, 13 എന്ന ആൻസർ കിട്ടും. അപ്പോൾ W = 13. W എന്താ, നമ്മുടെ വിഡ്ത്ത് ആണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്കിവിടെ സൈഡിൽ എഴുതാം. വിഡ്ത്ത് = 13. നമുക്ക് മീറ്റർ അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ 13 മീറ്റർ. അപ്പോൾ ലെങ്ത്ത് എങ്ങനെ കാണും, ലെങ്ത്ത് നമ്മളോട് വിഡ്ത്തും ആൻഡ് ലെങ്ത്തും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് നമുക്ക് കിട്ടാൻ ഈ ഇക്വേഷനിൽ കൊടുത്താൽ മതി അല്ലേ. ലെങ്ത്തിന് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്, 1 + 2W എന്ന്. അതായത് 1 + 2 ഇതെത്രയാ, W എന്ന് പറയുന്നത് 13 ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1 + നമുക്ക് എന്ത് കിട്ടും, 26, അതായത് 27. ഓക്കെ, അപ്പോൾ നമുക്ക് വിഡ്ത്ത് 13 എന്നും അതുപോലെ ലെങ്ത്ത് എന്ത് കിട്ടി, 27 എന്നും കിട്ടും. അടുത്തത് പേജ് നമ്പർ 89 എക്സസൈസിലെ സെക്കൻഡ് പ്രോബ്ലം. ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. വെൻ എ 100 rupee നോട്ട് വാസ് ചേഞ്ച്ഡ് ടു 20 rupee നോട്ട് ആൻഡ് 10 rupee നോട്ട്സ്, 7 notes were got.
ഹൗ മെനി ഈച്ച്. എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഇപ്പം നിങ്ങളുടെ കയ്യിൽ അമ്മ ഒരു 100ൻ്റെ നോട്ട് തന്നു വിട്ടു, എന്നിട്ട് പറഞ്ഞു ചേഞ്ച് ആക്കി കൊണ്ടുവരാൻ. അപ്പോൾ 20ൻ്റെ നോട്ടുകളും കിട്ടി, 10ൻ്റെ നോട്ടുകളും കിട്ടി. ടോട്ടൽ നിങ്ങൾക്ക് 7 നോട്ട്സ് കിട്ടി. ഓക്കെ, 20ൻ്റെ എത്ര എണ്ണം കിട്ടി, 10ൻ്റെ എത്ര എണ്ണം കിട്ടിയെന്ന് അറിയില്ല. മൊത്തം 7 നോട്ടുണ്ട് കയ്യിൽ 100 രൂപയ്ക്ക് ചേഞ്ച് ആക്കി വന്നപ്പോൾ. അതിൽ 20ൻ്റെയും നോട്ട്സ് ഉണ്ട്, 10ൻ്റെയും നോട്ട്സ് ഉണ്ട്. അത് എത്ര വീതമാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായത് എത്ര 20ൻ്റെ നോട്ടുണ്ട്, എത്ര 10ൻ്റെ നോട്ടുണ്ട്. 10ൻ്റെ 20ൻ്റെ നോട്ട് മാത്രമേ നിങ്ങൾക്ക് ചേഞ്ച് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. നോട്ടുകളുടെ എണ്ണം 7 എണ്ണമാണ്, പക്ഷെ അതിൽ എത്ര എണ്ണമാണ് 20, എത്ര എണ്ണമാണ് 10ൻ്റെന്ന് അറിയില്ല. അപ്പോൾ അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ക്ലൂ വെച്ചിട്ട് ഇക്വേഷൻസ് ഫോം ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, നിങ്ങളുടെ കയ്യിൽ 100 റുപ്പി നോട്ടാണ് ഉണ്ടായിരുന്നത് അല്ലേ. ഇപ്പോൾ 20 റുപ്പി നോട്ട് ആണെങ്കിൽ നമുക്ക് 20x എന്ന് എഴുതാം അല്ലേ. 20 റുപ്പി നോട്ടാവുമ്പോൾ അത് എത്ര രൂപ ഉണ്ടാവും? 20x ഉണ്ടാവും അല്ലേ. പ്ലസ് ഇനി 10 റുപ്പി നോട്ടുകളാണെങ്കിൽ 10 × y, അത്രയും രൂപ ഉണ്ടാവുമല്ലോ. മനസ്സിലായോ? 20യുടെ നോട്ടുകൾ എത്ര എണ്ണം ഉണ്ടാവും എന്നറിയാനായിട്ട് അതിൻ്റെ വാല്യൂ ആണ് ഈ എഴുതിക്കണേ, നോട്ടുകളുടെ എണ്ണമല്ല. ഇപ്പോൾ 20 റുപ്പീസ് എക്സ് എണ്ണം. ഓക്കെ, അപ്പോൾ 20x, അപ്പോൾ അത്രയും പൈസ ഉണ്ടാവില്ല അതിൽ. ഇനി പ്ലസ് 10ൻ്റെ y നോട്ടുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 × y ചെയ്യുമ്പോൾ അതിൻ്റെ എത്രയാണോ എമൗണ്ട് അത് കിട്ടും. അത് നമുക്കറിയാലോ, അത് രണ്ടും കൂട്ടിയാൽ നമുക്ക് 100 കിട്ടണം, കാരണം നമ്മൾ 100 റുപ്പിക്കാണല്ലോ ചേഞ്ച് മേടിച്ചത്. അപ്പോൾ 20ൻ്റെ എക്സ് നോട്ടുകളും പ്ലസ് 10ൻ്റെ y നോട്ടുകളും ആഡ് ചെയ്താൽ നമുക്ക് ഈ 100 റുപ്പീസ് കിട്ടണം. അതുപോലെ ഇത് എണ്ണാണല്ലേ, എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് 20 റുപ്പീസ് നോട്ട്സ് അല്ലേ. 20 റുപ്പീസ് നോട്ട്സ്, അതായത് 20 രൂപ നോട്ടുകളുടെ എണ്ണാണ് എക്സ്. ഇനി y എന്താണ്? നമ്പർ ഓഫ് 10 റുപ്പീസ് നോട്ട്സ് അല്ലേ. 10 റുപ്പി നോട്ട്സുകളുടെ എണ്ണാണ് y എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ 20 രൂപയുടെ എക്സ് എണ്ണവും 10 രൂപയുടെ y എണ്ണം ഉണ്ടെങ്കിൽ അത് ടോട്ടൽ ചെയ്യുമ്പോൾ എനിക്ക് 100 റുപ്പീസ് കിട്ടണം അല്ലേ. പിന്നെ അവർ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഈ നോട്ടുകളുടെ എണ്ണം 7 ആണെന്ന്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സ് വൈയും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 7 എന്ന് കിട്ടണം. കാരണം നോട്ടുകളുടെ എണ്ണമാണ് ഇത്, അല്ലാണ്ട് പൈസയല്ല. ഒരു 20ൻ്റെ ഇത്ര നോട്ട്, 20ൻ്റെ എക്സ് നോട്ട്, അതുപോലെ 10ൻ്റെ y നോട്ട്. അപ്പോൾ ആ നോട്ടുകളുടെ എണ്ണമാണ് എന്ത് പറയുന്നത്, എണ്ണം കൂട്ടുമ്പോൾ നമുക്ക് 7 കിട്ടും. അതായത് എൻ്റെ ഒരു ടോട്ടലി 7 നോട്ടുകളുണ്ട്. ഓക്കെ, 20ൻ്റെയും 10ൻ്റെയും വെച്ചിട്ട് 7 നോട്ടുണ്ട്, പക്ഷേ അതിൽ എത്ര 20 എത്ര 10 എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഈ 2 ഇക്വേഷൻസ് ആണ് ഇവിടെ കിട്ടുക ഈ ക്വസ്റ്റ്യന്. മനസ്സിലായല്ലോ? ഇതതിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടും. ഇത് നോട്ടുകളുടെ എണ്ണം, അതായത് നമ്മൾ എടുത്തിരിക്കുന്നത് എന്താ, എക്സ് എന്ന് പറയുന്നത് 20 രൂപ നോട്ടുകളുടെ എണ്ണവും y എന്ന് പറയുന്നത് 10 റുപ്പീസ് നോട്ടുകളുടെ എണ്ണമാണ്. ആ നോട്ടുകളുടെ എണ്ണം കൂട്ടുമ്പോൾ 7ഉം നോട്ടുകളുടെ വാല്യൂ കൂട്ടുമ്പോൾ 100ഉം. കാരണം എക്സ് എന്ന് പറയുന്ന നോട്ട് × 20 ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് 10 × y, അതായത് y എന്ന് പറഞ്ഞ നോട്ടുകളുടെ എണ്ണം, അത്രയും 10ൻ്റെ നോട്ടുകൾ ആഡ് ചെയ്താൽ ഇൻറ്റു ചെയ്തിട്ട് ഇവർ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് 100 കിട്ടണമല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഇതിൽ നിന്ന് എക്സും വൈയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ മാത്രം നിങ്ങളൊന്ന് നോക്കിക്കേ. ഇതിൽ നിന്ന് നമുക്ക് y = എന്ത് എഴുതാം, വൈനെ ഇവിടെ നിർത്താം, ഈ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ 7 - x എന്ന് കിട്ടില്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഉപയോഗിച്ചിട്ട് ഈ ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ എന്താ കിടക്കുന്നത്, ഫസ്റ്റ് ഇക്വേഷൻ നമ്മുടെ 20x + 10y = 100 എന്നല്ലേ. അതിൽ ഈ വൈയുടെ ഭാഗത്ത് നമുക്ക് ഈ 7 - x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് എല്ലാം എക്സിൻ്റെ ടേംസിൽ കിട്ടും, വൈയുടെ ടേം അവിടെ നിന്ന് പോവും. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോണത് എക്സ് 20x അങ്ങനെ തന്നെ ഇട്ടു പ്ലസ് 10 ഈ വൈക്ക് പകരം ഞാൻ ഈ 7 - x കൊടുക്കാൻ പോവാണ്. വൈക്ക് പകരം ഞാൻ 7 - x അവിടെ കൊടുത്തു ഈ വൈക്ക് പകരം. ബാക്കിയെല്ലാം അതുപോലെ തന്നെ എഴുതി, ഒരു മാറ്റവും. ഓക്കെ, ഇനി നമുക്കിത് ചെയ്യാം. 20xനെ അങ്ങനെ തന്നെ എഴുതാം പ്ലസ് ഇത് ബ്രാക്കറ്റ് അല്ലേ. അപ്പോൾ 10നെ 7 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഈ 2 ടേമിനെ നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ആദ്യം നമുക്ക് 10നെ 7 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 70 കിട്ടി. ഇനി ഈ ചിഹ്നം മൈനസ് അല്ലേ, അപ്പോൾ ഇവിടെയും മൈനസ് ആയിരിക്കും. 10 × x, 10നെ x കൊണ്ട് ചെയ്യുക. 10നെ 7 കൊണ്ട് ചെയ്തു 70 കിട്ടി, മൈനസ് അതുപോലെ ഇട്ടു. ഇനി 10നെ x കൊണ്ട് ചെയ്യുക, അപ്പോൾ 10x = 100. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായി.
ഇനി നോക്കിയേ നിങ്ങൾ, ഇവിടെ 20x ഉണ്ട് അല്ലേ, 20x ഉണ്ട്, ഇവിടെ -10x ഉണ്ട്. അപ്പോൾ ഈ 20x എന്ന് -10x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 നിന്ന് 10 പോയാ 10 മൈനസ് ചെയ്താൽ 10 അല്ലേ, അപ്പോൾ 10x എന്ന് കിട്ടും. ഓക്കെ, അതായത് 20x - 10x 10x എന്ന് കിട്ടി. ഇതാ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇവിടെ ചൈൽഡ് ചെയ്ത് കാണിക്കാം. അതെ, 20x നിന്ന് 10x കുറയ്ക്കുക, അപ്പോൾ നമുക്ക് 10x തന്നെയല്ലേ കിട്ടുന്നത്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി +70 അവിടെ തന്നെ ഉണ്ട്, അത് അവിടെ തന്നെ എഴുതാം. = 100. ഇത്രയും മനസ്സിലായല്ലോ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? 10x ഇവിടെ നിർത്തുക, ഈ 70 അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. ഇവിടെ +70 ആണല്ലോ, അപ്പോൾ അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഇവിടെ 100 ഉണ്ട്, ഈ +70 ഇങ്ങോട്ട് പോകുമ്പോൾ -70 ആവും. അപ്പോൾ x = 100 നിന്ന് 70 കുറച്ചാൽ 30 അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് 10x കേട്ടോ, സോറി ഈ 10x ഇവിടെ ഉണ്ട്, 10x നമുക്ക് 30 എന്ന് കിട്ടി. ഈ x കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഈ 10നെ അങ്ങോട്ട് കൊണ്ടുപോവുക. 10 ഇവിടെ ഇൻറ്റു ആയിട്ടാണ് കിടക്കുന്നത്, അങ്ങോട്ട് പോകുമ്പോൾ ബൈ ആവും അല്ലേ. അപ്പോൾ = നമുക്കറിയാം 30/10 എത്രയാണ്? 3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x എന്ന് പറയുന്നത് 3 എന്ന് കിട്ടി. ഇനി y കണ്ടുപിടിക്കണ്ടേ, അതായത് ഇത് 20 rupees നോട്ട്സ് എന്നുവെച്ചാൽ 3 20 രൂപ നോട്ടുകൾ. അടുത്ത് y കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക നമ്മൾ? y കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ എക്സിനെ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. നമുക്കറിയാം x + y നമുക്ക് തന്നിട്ടുണ്ട് 7 നോട്ടുകളാണെന്ന് അല്ലേ. അപ്പോൾ നമ്മൾ x ഇപ്പോൾ കണ്ടുപിടിച്ചു 3 എന്ന്, അപ്പോൾ 3 + y = 7. അങ്ങനെ കിട്ടില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? y കണ്ടുപിടിക്കാം. y = 7 - 3 = 4. അതായത് y = 4. 10 rupees നോട്ട്സ് അല്ലേ, അതായത് 20ൻ്റെ 3 നോട്ടും 10ൻ്റെ 4 നോട്ടും. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കിയേ, ഈ ഇക്വേഷനിലിട്ടിട്ട് 20 × 3 60, 10 × 4 40, 60 40 കൂട്ടിയാൽ 100 അല്ലേ. അപ്പോൾ നമുക്കങ്ങനെ കിട്ടുമല്ലോ. അപ്പോൾ ഈ ഇക്വേഷനിലിടുമ്പോൾ അത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നോക്കിയേ, 20x + 10y = 100 എന്നല്ലേ നമ്മൾ പറഞ്ഞേ. ഇപ്പോൾ 20 × x എത്ര കിട്ടിയത്? 3 + 10 × y എത്ര കിട്ടിയത്? 4 = 100. ഇതാ ഇത് ചെയ്യുമ്പോൾ 60, ഇത് ചെയ്യുമ്പോൾ 40, നമുക്ക് 100 കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര നോട്ടുകളാണ്? 20ൻ്റെ 3 നോട്ടും 10ൻ്റെ 4 നോട്ടുകളും. അപ്പോൾ ഈ 2 ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുക, അതുപോലെ അത് സോൾവ് ചെയ്തിട്ട് നമ്മളതിൽ നിന്ന് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുകയാണ് ഈ ക്വസ്റ്റ്യനിൽ ചെയ്യുന്നത് കേട്ടോ. അടുത്തത് 3ാമത്തെ ക്വസ്റ്റ്യൻ. The price of a book is 4 rupees more than the price of a pen. അപ്പോൾ ഒരു കണ്ടീഷൻ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ബുക്കിൻ്റെ പ്രൈസ് ഓഫ് എ ബുക്ക് ഈസ് 4 rupees more than the price of a pen. പേനയുടെ വിലയേക്കാളും 4 രൂപ കൂടുതലാണ്. അടുത്തത് പ്രൈസ് ഓഫ് എ പെൻസിൽ ഈസ്, ഒരു പെൻസിലിൻ്റെ വില എന്ന് പറയുന്നത് 2 rupees less than the price of this pen. ഈ പേനയേക്കാളും 2 രൂപ കുറവാണ്. ഓക്കെ, ബുക്കിൻ്റെ വില പേനയേക്കാളും 4 രൂപ കൂടുതലാണ്, പെൻസിലിൻ്റെ വില ബുക്കിൻ്റെ വിലയേക്കാളും 2 രൂപ കുറവാണ്. ഇനി എ പേഴ്സൺ ബോട്ട് 5 books, 2 pen and 3 pencils and paid for 54 rupees. And we have to find out what is the price of each. നമുക്ക് ഇത് ഓരോന്നിൻ്റെയും വില കാണണം. അതായത് ബുക്കിൻ്റെ പൈസ എത്രയാണെന്ന് കാണണം, പേനയുടെ വില എത്രയാണെന്ന് കാണണം, അതുപോലെ പെൻസിലിൻ്റെ വിലയും എത്രയാണെന്ന് കാണണം. അപ്പോൾ ഞാനിവിടെ പേനയ്ക്കും പെൻസിലും നിങ്ങൾക്ക് മനസ്സിലാവാൻ പെന്നിന് പെന്നെന്നും പെൻസിലിന് പെൻസിൽ തന്നെ എഴുതാം, അല്ലെങ്കിൽ 2 P കൊടുത്താൽ നിങ്ങൾക്ക് ഡൗട്ടാവും അല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രൈസാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസൊക്കെ എഴുതിയിട്ട് ഇക്വേഷൻസ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ പ്രൈസ് ഓഫ് എ ബുക്ക് ഈസ് എത്രയാണ്? 4 more than the price of a pen. അപ്പോൾ let's take P as price of pen. ഞാൻ P എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് പേനയുടെ വില എടുക്കാൻ പോവാണ്. ബീനെ ക്യാപിറ്റൽ ബീനെ ഞാൻ ബുക്കിൻ്റെ പ്രൈസായിട്ട് എടുക്കാം. ഇനി പെൻസിൽ തന്നെ എഴുതുന്നുണ്ട് ഞാൻ, അതിനെ ഞാൻ പെൻസിലിൻ്റെ പ്രൈസായിട്ട് എടുക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ലെറ്റർ യൂസ് ചെയ്യാം കേട്ടോ, പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാനാണ് അതേ ടേംസ് തന്നെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിവിടെ എക്സും വൈയോ എന്തെങ്കിലും വാല്യൂബിൾ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത നമുക്ക് ഈ ഇക്വേഷൻസ് ഉണ്ടാക്കി നോക്കാം. ആദ്യത്തെ ഇക്വേഷൻ പറയുന്നത് എന്താ? ബുക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, അപ്പോൾ ബുക്കിൻ്റെ പ്രൈസ് ഇസ് ഈക്വൽ ടു 4 more than എന്ന് പറഞ്ഞാൽ 4 പ്ലസ് പേനയുടെ പ്രൈസ് നമ്മൾ P ആയിട്ടല്ലേ എടുത്തിരിക്കുന്നത്, അപ്പോൾ 4 + P.
അല്ലെങ്കിൽ P+4 എന്നും എഴുതാം. അതായത് ബുക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് P+4 ആണ്. എന്നുവെച്ചാൽ പേനയുടെ പ്രൈസിനേക്കാളും 4 രൂപ കൂടുതലാണ് ബുക്കിന്. അപ്പോൾ ഇതൊരു ഇക്വേഷൻ, അതവിടെ കിടക്കട്ടെ. ഇനി പെൻസിലിന് പേനയുടെ വിലയേക്കാളും 2 രൂപ ലെസ് അല്ലേ, കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെൻസിലിൻ്റെ വില എന്ന് പറയുന്നത് പേനയുടെ വിലയുടെ 2 രൂപ കുറവ്. അപ്പോൾ പെൻസിലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പേനയുടെ വിലയേക്കാളും 2 രൂപ കുറവ്. അപ്പോൾ പേനയുടെ വില P ആണ്, -2. അപ്പോൾ ഇത് അടുത്ത ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെ 2 ഇക്വേഷൻസ് നമ്മൾ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവർ അടുത്തത് പറയുന്നത് ഈ 5 ബുക്ക് വാങ്ങി, 2 പേന വാങ്ങി, 3 പെൻസിൽ വാങ്ങി. അപ്പോൾ നമുക്കതിന് എന്തെഴുതാം? 5 ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? 5B അല്ലേ. ഒരു ബുക്കിൻ്റെ പൈസ B ആണ്, അത് ഇൻറ്റു 5 പ്ലസ്. ഇനി 2 പേന എന്ന് പറഞ്ഞാലോ? 2 പേന എന്ന് പറഞ്ഞാൽ 2P. ഞാനിവിടെ പെൻ തന്നെ എഴുതാൻ നിങ്ങൾക്ക് മനസ്സിലാവും. 2 പെൻ, അതായത് ഒരു പേനയുടെ വില P ആണ്, അങ്ങനത്തെ 2 പേന. ഇനി 3 പെൻസിൽ എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു ഒരു പെൻസിലിൻ്റെ വില പെൻസിൽ തന്നെ എഴുതാം. അപ്പോൾ 3 പെൻസിൽ. ഇനി അത് എത്രയാണെന്നാണ് പറഞ്ഞത്? വില 54 റുപ്പീസാണ് അല്ലേ. ഇനി നോക്കി, ഈ 5 ബുക്കിൻ്റെ അവിടെ ഞാൻ എന്ത് കൊടുക്കാൻ പോവാണ്? ഒരു ബുക്കിൻ്റെ അവിടെ Bയുടെ അവിടെ ഞാൻ 4 + P അല്ലെങ്കിൽ P+4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ 5 ഇൻറ്റു P+4, കാരണം ഒരു ബുക്കിൻ്റെ വില Pയുടെ 4 രൂപ കൂടുതൽ, അതായത് പേനയുടെ 4 രൂപ കൂടുതലാണ് അല്ലേ, ഈ പേനയുടെ 4 രൂപ കൂടുതലാണ്. പ്ലസ് 2 ഇൻറ്റു പെൻ, അതങ്ങനെ തന്നെ എഴുതിയാൽ മതി, കാരണം പേനയുടെ വില നമ്മൾ P തന്നെ എടുത്തിരിക്കുന്നത്. പ്ലസ് 3 ഇൻറ്റു പെൻസിൻ്റെ വില എങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? P-2 അല്ലേ, അതായത് പെന്നിൻ്റെ വില -2 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 54 കിട്ടണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിയേ? 5P, ഈ 5നെ ഈ P കൊണ്ട് ഇൻറ്റു ചെയ്യുക, അപ്പോൾ 5P എന്ന് കിട്ടും അല്ലേ, അതായത് പെൻ. പ്ലസ് 5 ഇൻറ്റു 4 ചെയ്യുക അല്ലേ, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഓരോന്നിനും ഈ 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 5 ഇൻറ്റു 4 20 പ്ലസ് ഈ 2 പെന്നിന് അതൊന്നും മാറ്റമൊന്നുമില്ല, 2 പെൻ തന്നെ എഴുതാം. അടുത്തത് പ്ലസ് 3 ഇൻറ്റു പെൻ ചെയ്യുമ്പോൾ 3P അല്ലേ. ഞാനിവിടെ ലാസ്റ്റ് പെൻ, നിങ്ങൾക്ക് പെന്നാണ്, P പെന്നും പെൻസിലും തമ്മിൽ തെറ്റാതിരിക്കാനാണ് കേട്ടോ. ഇനി 3 ഇൻറ്റു -2 എന്താ? -6 അല്ലേ. 3 ഇൻറ്റു 2 6, ഇവിടെ മൈനസ് ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. ഇസ് ഈക്വൽ ടു 54. ഇനി നോക്കിയേ, ഇതിൽ 5 പെൻ, 2 പെൻ, 3 പെൻ, ഇതെല്ലാം കൂടെ കൂട്ടിക്കൂടെ? അപ്പോൾ എത്രയാണ്? 5ഉം 2ഉം 7, 7ഉം 3ഉം 10, 10P എന്ന് കിട്ടും അല്ലേ. 10P പ്ലസ് 20 - 6, ബാക്കി ഇവിടെയുള്ള ഈ 20 -6 എഴുതി, ഇസ് ഈക്വൽ ടു 54. ഇനി എന്ത് ചെയ്താൽ മതി? 10P പ്ലസ് 20 നിന്ന് 6 പോയാൽ 14, ഇസ് ഈക്വൽ ടു 54 അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? 10P ഇവിടെ നിർത്തുക, ഇസ് ഈക്വൽ ടു ഈ 14 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? 54 - 14 ആവും. അപ്പോൾ 10P നമുക്ക് എന്ത് കിട്ടും? 54 നിന്ന് 4 കുറച്ചാൽ നമുക്ക് 50 ആയി, 10 കുറച്ചാൽ അപ്പോൾ എത്രയായി? 40 ആയി അല്ലേ. അപ്പോൾ P ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 40/10. 40/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇസ് ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? പെന്നിൻ്റെ വില നമുക്ക് 4 റുപ്പീസ് എന്ന് കിട്ടി അല്ലേ. അപ്പോൾ പ്രൈസ് ഓഫ് പെൻ നമുക്ക് എന്ത് കിട്ടി? പ്രൈസ് ഓഫ് പെൻ ഇസ് ഈക്വൽ ടു 4 റുപ്പീസ്. അപ്പോൾ പ്രൈസ് ഓഫ് ബുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാലോ പ്രൈസ് ഓഫ് ബുക്ക് P+4 ആണെന്ന്. എന്നുവെച്ചാൽ പേനയുടെ വിലയേക്കാളും 4 രൂപ കൂടുതലാണ്. അപ്പോൾ പേനയുടെ വില 4, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, +4, അപ്പോൾ 8 റുപ്പീസ്. അതായത് ഒരു ബുക്കിൻ്റെ വില 8 റുപ്പീസ്. ഇനി അടുത്തതോ പെൻസിൽ. പ്രൈസ് ഓഫ് എ പെൻസിൽ, ഒരു പെൻസിലിൻ്റെ വില കാണാൻ എന്ത് ചെയ്യണം? പേനയുടെ വിലയിൽ നിന്ന് 2 രൂപ കുറയ്ക്കണം. അപ്പോൾ പെന്നിൻ്റെ വിലയിൽ നിന്ന് നമ്മൾ 2 രൂപ മൈനസ് ചെയ്യണം. പെന്നിൻ്റെ വില എത്രയാണ്? 4, അതവിടെ കൊടുക്കുക, -2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 റുപ്പീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെന്നിൻ്റെ വില 4 റുപ്പീസ്. ഓക്കെ, ബുക്കിൻ്റെ വില 8 റുപ്പീസ്. അടുത്തത് പെൻസിലിൻ്റെ വില 2 റുപ്പീസ്. ഇത് ഓരോ പേനയുടെ വില 4, ഓരോ ബുക്കിൻ്റെ വില 8, ഓരോ പെൻസിലിൻ്റെ വില 2. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഈ എക്സസൈസിലെ ലാസ്റ്റ് പ്രോബ്ലമാണ്. അതിലെ പ്രോബ്ലം ഞാൻ വായിക്കാം. എ സ്ക്വയർ കണ്ടെയ്നിങ് 4 നമ്പേഴ്സ് ഇൻ എ കലണ്ടർ ഈസ് മാർക്ക്ഡ് ആൻഡ് ദ സം ഓഫ് ദീസ് നമ്പേഴ്സ് ഈസ് 80. ഇത് 80 ആണ് കേട്ടോ, 80.
വാട്ട് ആർ ദ നമ്പേഴ്സ്? എന്താ അവർ പറയുന്നത്? ഒരു സ്ക്വയർ കണ്ടെയ്നിങ് 4 നമ്പേഴ്സ്, അതിലൊരു 4 നമ്പറുള്ള ഒരു സ്ക്വയർ. അത് എവിടുത്തെയാണ്? ഇൻ എ കലണ്ടർ, ഒരു കലണ്ടറിലാണ്. എന്നുവെച്ചാൽ നമ്മൾ കലണ്ടറിൽ കുറേ നമ്പറിലെ ഒരു സ്ക്വയറിൻ്റെ ഭാഗം മാത്രം അവരെടുത്തിരിക്കുന്നു. അതിൽ 4 നമ്പർ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു നമ്പർ, ഇവിടെ ഒരു നമ്പർ, ഇവിടെ ഒരു നമ്പർ, ഇവിടെ ഒരു നമ്പർ. ഇനി ഈ നമ്പറുകളെല്ലാം കൂട്ടിയാൽ 80 കിട്ടുമെന്നാണ് പറയുന്നത്. സം ഓഫ് ദീസ് നമ്പേഴ്സ്, ഈ നമ്പർ പ്ലസ് ഇത് ഈ 4 നമ്പർ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 80 കിട്ടണം. ഇനി ഈ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ, ഒരു കലണ്ടറിൽ ഇതുപോലെ 4 നമ്പർ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കലണ്ടർ നോക്കി നോക്കിയേ. ഇവിടെ എത്രയാണ് എടുക്കണത്? ഇവിടെ 6 ആണെങ്കിൽ തൊട്ടപ്പുറത്ത് 7 ആയിരിക്കും അല്ലേ? ഇതിൻ്റെ തൊട്ടടിയിൽ 7 നമ്പർ കൂട്ടിയതാവും, കാരണം നമുക്ക് ഒരു വീക്കിൽ 7 ഡേയ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ 6ൻ്റെ കൂടെ 7 കൂട്ടിയ നമ്പറാവും തൊട്ടടിയിൽ വരിക. നിങ്ങൾ കലണ്ടർ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോ കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും 7 നമ്പർ കൂടുതലായിരിക്കും ഇവിടെ അല്ലേ. അതായത് 6ൻ്റെ കൂടെ 7 കൂട്ടി എത്രയാണ്? 13. ഇനി 7ൻ്റെ കൂടെ 7 കൂട്ടി എത്രയാണ്? 14. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാലും മതി. തൊട്ടടുത്ത നമ്പറാണെങ്കിൽ അടുത്തത് നമുക്കറിയാം അല്ലേ. ഇത് 6, 7, 8 ഇങ്ങനെ പോയിട്ട് പിന്നെ ഇവിടേക്ക് വരുമ്പോഴാണ് 7 നമ്പർ കൂടി 13 ആവുന്നത്. അപ്പോൾ ഇവിടെ 6, 7 അടുത്തടുത്ത നമ്പറുകൾ സെയിം, അതായത് നെക്സ്റ്റ് നമ്പർ തന്നെയായിരിക്കും. പക്ഷെ അടിയിൽ വരുന്നത് മുകളിലത്തെ നമ്പറിനേക്കാളും 7 കൂടുതലായിരിക്കും ആ നമ്പർ. മനസ്സിലായല്ലോ? കാരണം നമുക്കൊരു വീക്കിൽ 7 ദിവസം ഉള്ളത് കാരണം. അപ്പോൾ നമുക്കിപ്പോൾ ഏതൊക്കെ നമ്പറാണെന്ന് അറിയില്ല അല്ലേ. അപ്പോൾ ഞാൻ തൽക്കാലം ഫസ്റ്റ് നമ്പറിനെ എക്സ് എന്ന് എടുക്കാം. അപ്പോൾ സെക്കൻഡ് നമ്പർ എത്രയായിരിക്കും? x+1 ആയിരിക്കില്ലേ അല്ലേ. ഇനി ഇവിടുത്തെ നമ്പർ ഞാൻ പറഞ്ഞു x+7 ആയിരിക്കും. ഈ നമ്പറിനേക്കാളും 7 കൂടുതലായിരിക്കും. ഇതെത്രയായിരിക്കും? ഇത് x+ എത്രയായിരിക്കും? 8 ആയിരിക്കും അല്ലേ. കാരണം ഇതിൻ്റെ തൊട്ടടുത്ത നമ്പറായിരിക്കും ഇത്. മനസ്സിലായോ? ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇത്തിരി കൂടി വലുതാക്കി വരയ്ക്കുന്നുണ്ട്. ഈ സ്ക്വയറിലെ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എടുക്കുന്ന നമ്പർ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. അപ്പോൾ തൊട്ടടുത്ത നമ്പർ x+1 ആയിരിക്കും അല്ലേ കലണ്ടറിൽ. പക്ഷെ തൊട്ട് താഴെയുള്ള നമ്പർ എത്രയായിരിക്കും? x+7 ആയിരിക്കും. അതായത് ആ നമ്പറിൻ്റെ 7 നമ്പർ കൂടുതലായിരിക്കും അടിയത്തെ നമ്പർ. നിങ്ങൾ കലണ്ടർ ചെക്ക് ചെയ്താൽ ഏത് നമ്പർ എടുത്താലും മുകളിലത്തെ നമ്പറിനേക്കാളും 7 നമ്പർ കൂടിയതായിരിക്കും അടിയിൽ കാണിക്കുക. ഇനി ഇവിടെയാണെങ്കിലോ ഇതിൻ്റെ 7 നമ്പർ കൂടിയത്, അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത നമ്പർ, അങ്ങനെ ഇങ്ങ് നോക്കാം. ഇതിൻ്റെ തൊട്ടടുത്ത നമ്പർ എത്രയായിരിക്കും? x+8 ആയിരിക്കും അല്ലേ. ഇനി നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ഈ 4 നമ്പറും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 80. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം അല്ലേ. ആദ്യത്തെ നമ്മുടെ നമ്പർ ഏതാ? എക്സ് പ്ലസ്, രണ്ടാമത്തെ x+1, മൂന്നാമത്തെ പ്ലസ്, എല്ലാം ആഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്, അതുകൊണ്ടൊക്കെ പ്ലസ് ആണ് ഇടുന്നത്. ഇത് രണ്ടാമത്തെ നമ്പർ. ഇനി മൂന്നാമത്തെ നമ്പർ ഏതാ? x+7 പ്ലസ് ആഡ് ചെയ്യണം x+8 അല്ലേ. ഈ 4 നമ്പറുകളും ഞാൻ ഇവിടെ ആഡ് ചെയ്തു. = അത് എത്ര കിട്ടുന്ന അവർ പറയുന്നത്? 80. ഓക്കെ, ഇവിടെ ശരിക്കും ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, കാരണം ഒക്കെ പ്ലസ് ആയതുകൊണ്ട്. അതുകൊണ്ട് ബ്രാക്കറ്റ് നമുക്ക് ഇൻറ്റു ചെയ്യാനൊന്നുമില്ലല്ലോ, ഓപ്പൺ ചെയ്തിടാം. അപ്പോൾ x+7 ഇതൊക്കെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതുപോലെ തന്നെ എഴുതി, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ 80 ആണല്ലേ. ഇതിലെ എക്സുകളൊക്കെ കൂട്ടാം. 1x, 2x, 3x, 4x. അപ്പോൾ 4x ആഡ് ചെയ്താൽ 4x എന്ന് കിട്ടും. പ്ലസ് ഇനി നമ്പറുകളൊക്കെ ആഡ് ചെയ്യാം. 1 ആഡ് ചെയ്യാണ്ട്, 7 ആഡ് ചെയ്യാണ്ട്, 8 ആഡ് ചെയ്യാണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 16 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 8 8 16 = 80. ഓക്കെ, ഇനി 4x ഇവിടെ നിൽക്കട്ടെ, ഈ 16 അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 80, ഇവിടെ +16 അങ്ങോട്ട് പോകുമ്പോൾ -16. അപ്പോൾ 4x = നമുക്ക് എന്ത് കിട്ടും? 80 നമുക്ക് 10 പോയാൽ നമുക്ക് 70 വരും. 70 6 പോയാൽ നമുക്ക് 63 എന്ന് വരും അല്ലേ. സോറി, 64 അല്ലേ. 6 അല്ലേ പോകുന്നത്, 7 അല്ലല്ലോ. അപ്പോൾ 64 എന്ന് വരും. അല്ലെങ്കിൽ നിങ്ങൾ 80 16 നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്താലും മതി. ബോറോ ചെയ്യുന്നു 10, ഇവിടെ 7, ഇവിടെ 4, ഇവിടെ 6. ഓക്കെ, 64 എന്ന് വരും. ഇനി നമുക്ക് 4x ആണ് ആണ് 64. x എന്താവും? 64. ഈ 4 താഴെ പോകില്ല, ഇവിടെ ഡിവിഷൻ ആവും. നമുക്കറിയാലോ 64നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4, ബാക്കി 2, 4. നമുക്ക് 24ൽ എത്രയാണ്? 6 അല്ലേ. അപ്പോൾ നമുക്ക് 16 എന്നാണ് കിട്ടുക. = 16 എന്ന് കിട്ടും. ഓക്കെ, അതായത് എക്സ് എത്ര കിട്ടി നമുക്ക്? 16. നമ്മളോട് ആ നമ്പേഴ്സ് അല്ലേ ചോദിച്ചിരിക്കണേ. അപ്പോൾ ഈ എക്സിൻ്റെ അവിടെ നമുക്ക് 60 ആ കള്ളിയിൽ തന്നെ എഴുതി വെക്കാം. നമുക്ക് എന്താ കിട്ടിയത്? എക്സിൻ്റെ അവിടെ 16 കിട്ടി. അപ്പോൾ x+1 എന്ന് പറഞ്ഞാൽ അത് 17 ആവില്ലേ. ഇതെത്രയാവും? x+7 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ 7 കൂട്ടണം. അപ്പോൾ 16ൻ്റെ കൂടെ 7 കൂട്ടിയത്. 16ൻ്റെ കൂടെ 7 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുക? 16 കഴിഞ്ഞാൽ 17, 18, 19, 20, 21, 22, 23 അല്ലേ. ഓക്കെ, ഇനി ഇതിൻ്റെ തൊട്ടടുത്ത നമ്പർ ഇത്. അപ്പോൾ 24.
ഓക്കെ, അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 16, 17, 23, 24. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൽ നമ്മൾ എക്സിൻ്റെ അവിടെ 16 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഈ വാല്യൂസൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് 16, 17, 23, 24 ആർ ദ നമ്പേഴ്സ്. ഓക്കെ, അതാണ് നമ്മുടെ ആൻസർ വരിക.